കൊണ്ടുവന്നിട്ട് ഇതിലോട്ട് കൊടുക്കുന്നത്. സോ ഇറ്റ്സ് ആക്ച്വലി ഡെഡിക്കേറ്റഡ് തിങ്. അത് okay. Can you see me? Yes. Sunil sir. Sachin? Yes, I can see you and hear you properly. Okay. Yeah, tell me. കൊല്ലത്ത് എവിടെയാണ് സ്ഥലം? കൊല്ലം തങ്കശ്ശേരി എന്ന് പറയും. ഓക്കെ. ഞാൻ അവിടെ TKM കോളേജിലാണ് എഞ്ചിനീയറിംഗ് പഠിച്ചത്. വണ്ടർഫുൾ. ഓക്കെ. 2014 പാസ് ഔട്ട് ആണ്. ഓക്കെ. സോ ഞാൻ ആക്ച്വലി എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പിന്നെ ഈ റിന്യൂവബിൾ എനർജി മാനേജ്മെന്റിലൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്തത്. മാസ്റ്റേഴ്സ് ഒക്കെ ആ ഒരു ഫീൽഡിലാണ് ചെയ്തത്. എന്നിട്ട് 2018 തൊട്ട് ഡൽഹിയിൽ ഒരു കൗൺസിൽ ഓൺ എനർജി എൻവയൺമെന്റ് ആൻഡ് വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു തിങ്ക് ടാങ്ക് ഉണ്ട്. അപ്പൊ അവർ ഒരുപാട് ഈ സോളാറിലൊക്കെ ഒരുപാട് റിസർച്ച് ആൻഡ് പൈലറ്റ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരുന്നു. അപ്പം ആ ടൈമിൽ ഞാൻ അവിടുത്തെ ഡൽഹിയിലത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കൂടെയും പിന്നെ MNREയുടെ കൂടെ കുറെ പ്രോജക്ട്സ് അസോസിയേഷൻ ഒക്കെ ആയിട്ട് കുറെ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ 2018 തൊട്ട് ഈ റെസിഡൻഷ്യൽ സോളാറിലാണ് എന്റെ ലൈക് ഫോക്കസ്. All my career has been in that area. അത് കഴിഞ്ഞിട്ടൊരു 2 years I also worked with a private company. Sun Edison എന്ന് പറഞ്ഞിട്ടൊരു സോളാർ EPC കമ്പനി ഉണ്ടായിരുന്നു. അവര് പാൻ ഇന്ത്യ അവർക്ക് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അവരുടെ സ്ട്രാറ്റജിയും പിന്നെ ഗവൺമെന്റ് അഡ്വക്കസി അങ്ങനെ കുറെ ഏരിയാസ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു 2 years ബാക്ക് ആണ് ഞാൻ സർക്കിൾ സ്റ്റാർട്ട് ചെയ്തത്. And so Sachin is my partner. So Sachin actually director ആണ് കമ്പനിയുടെ. പക്ഷെ ആക്റ്റീവ്ലി ഫുൾ ടൈം വർക്ക് ചെയ്യുന്നില്ല. ഹി ഈസ് വർക്കിംഗ് പാർട്ട് ടൈം ഇൻ ദ കമ്പനി. സർക്കിളിൽ ഞാനും അല്ലാണ്ടൊരു നമ്മളൊരു 10 member ടീമാണ്. നമ്മൾ ഡൽഹിയിലാണ് നമ്മുടെ മെയിൻ ഓഫീസ്. ബട്ട് നമ്മൾ ഡൽഹി NCR കേരള ഒക്കെയാണ് നമ്മുടെ ടാർഗറ്റ് ഏരിയ എന്നൊക്കെ പറയുന്നത്. അപ്പം സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്റെ ഈ ഒരു എക്സ്പീരിയൻസിലൊക്കെ നമുക്ക് മെയിൻ ഒരു ഇഷ്യൂ നമ്മൾ കണ്ടത്, കസ്റ്റമേഴ്സ് ഒരുപാട് പേർക്ക് സോളാർ വെക്കാൻ ആഗ്രഹമുള്ളവരും വെക്കുന്നതും ആ ഒരു പ്രോസസ്സിലൂടെ പോകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇത് നോർത്തിലൊക്കെ ഇത് ഭയങ്കര എക്സ്ട്രീം ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഒരുപാട് ഇൻസ്റ്റാളേഴ്സ് ഉണ്ട് ആൻഡ് എല്ലാ ഇൻസ്റ്റാളേഴ്സും അവര് സെയിം കാര്യങ്ങൾ പറയും. സെയിം അവരിത് ചെയ്തു തരാം അത് ചെയ്തു തരാം എന്ന് പറയും. പക്ഷെ പ്രൊഡക്ട്സ് ഒക്കെ വളരെ സിമിലർ ആവും. പക്ഷെ പ്രൈസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു. അതിൽ ഒരുപാട് ഇൻസ്റ്റാളേഴ്സ് ജസ്റ്റ് ഒരു 2-3 വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവരാകാം. കുറച്ച് വർഷം കഴിയുമ്പോൾ അവരുടെ സർവീസ് ഉണ്ടാവില്ല, അവർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ വളരെ ഫ്രീക്വന്റ് ഇഷ്യൂസ് ആയിരുന്നു ലൈക്ക് ഇൻ എ ലോട്ട് ഓഫ് ദ മാർക്കറ്റ്സ് ദാറ്റ് ഐ വാസ് വർക്കിംഗ്. ആൻഡ് നമ്മൾ ഡൽഹിയിലൊക്കെ ഒരുപാട് ലൈക്ക് വേഴ്സ് ക്വാളിറ്റി ഇൻസ്റ്റലേഷൻസ് ആണ് നമ്മൾ റെസിഡൻഷ്യൽ ഇതിലൊക്കെ കണ്ടിരിക്കുന്നത്. അപ്പം ഇതൊക്കെ കണ്ടപ്പം ഒരു മെയിൻ ഇഷ്യൂ നമ്മൾ കണ്ടത് കസ്റ്റമേഴ്സിന് അവയർനെസ് കൊടുക്കാനും അവർക്ക് ഡിസിഷൻ എടുക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഇല്ല, അല്ലെങ്കിൽ അവർക്ക് റൈറ്റ് ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു എൻറ്റിറ്റി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇതിലാണ് നമ്മൾ സർക്കിൾ തുടങ്ങിയത്. അപ്പം കസ്റ്റമേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുക, അവർക്ക് റൈറ്റ് ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുക, അങ്ങനെ നമുക്ക് എങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു മെയിൻ മിഷൻ. അപ്പൊ നമ്മൾ തുടങ്ങിയത് ഒരു ഓൺലൈൻ ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇപ്പം ആമസോൺ ഒക്കെ പോലെ സോളാർ വാങ്ങാനായിട്ട് ഒരു ഓൺലൈൻ മാർക്കറ്റ് പ്ലേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിലപ്പോ നമ്മൾ ഇൻസ്റ്റാളേഴ്സിനെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് ക്വാളിറ്റി ചെക്സ് ഒക്കെ ചെയ്ത് അവരുടെ ട്രാക്ക് റെക്കോർഡ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു 20-30 ഇൻസ്റ്റാളേഴ്സിനെ മാക്സിമം നമ്മൾ അതിൽ ലിസ്റ്റ് ചെയ്യാൻ അലൗ ചെയ്യും. എന്നിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് അപ്പം മാർക്കറ്റ് ചെയ്യും. ഈ ഇൻസ്റ്റാളേഴ്സിന് ആരുടെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം, ഇവരുടെ പ്രൈസ് ഇതൊക്കെയാണ് സൊല്യൂഷൻസ്. അങ്ങനെ ഒരു കമ്പാരിസൺ, അവർക്ക് റേറ്റിംഗ് ഉണ്ട്, ഇൻസ്റ്റാളേഴ്സ് എല്ലാം നമ്മൾ റേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിപ്പോ ഒരു 2 years ആയി. നമ്മൾ ഡൽഹിയിൽ ഓപ്പറേഷണൽ ആണ്, കേരളത്തിൽ നമ്മൾ ഓപ്പറേഷണൽ ആണ്, പിന്നെ ബാംഗ്ലൂരും നമ്മൾ ചെറിയ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിന് ഹെൽപ്പ് ചെയ്യുന്ന തരത്തിൽ, അതായത് അവരുടെ പ്രൊഡക്ഷനും അതുപോലെ സോളാറിന്റെ ആ സിസ്റ്റത്തിന്റെ മെയിൻ്റനൻസ് അങ്ങനെയൊക്കെ നമ്മൾ കുറെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് സൊല്യൂഷൻസ് ഒക്കെയാണ് നമ്മളിപ്പോൾ കറന്റ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ കേരളത്തിൽ ഒരു 2 weeks ഉണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ കസ്റ്റമേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യുക, ഇൻസ്റ്റാളേഴ്സിനെ മീറ്റ് ചെയ്യുക, അപ്പൊ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്, എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ എന്തെങ്കിലും വാല്യൂ ഉണ്ടാവുമോ, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുറച്ച് സംസാരിക്കുക, ഇന്റർവ്യൂസ് ഒക്കെ ചെയ്തത്. അപ്പൊ അതാണ് സാറിനെ ഞങ്ങൾ റീച്ച് ഔട്ട് ചെയ്തത്. അപ്പം സാറിന് ഒരു
കേരളത്തിലെ കസ്റ്റമേഴ്സിന്റെ ഒക്കെ ഒരു ഓവർവ്യൂ ഉണ്ടാവും, സാറിന് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഫീഡ്ബാക്ക്, എന്താണ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്, അതൊക്കെ അറിയാനായിരുന്നു. ആൻഡ് നമ്മളോട് ചെറിയൊരു പ്രോട്ടോടൈപ്പും ഉണ്ട് വിച്ച് വി കൻ ഷോ യു. അപ്പം അതിലെന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ആസ് വെൽ. അതാണ് നമ്മുടെ മെയിൻ അജണ്ട. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞങ്ങള് ഡയറക്ട്ലി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. നമ്മള് നമ്മുടെ പാർട്ട്നേഴ്സ് ഓൺബോർഡ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റാളേഴ്സ് വഴി മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾ ഡയറക്റ്റ് അങ്ങനെ ആ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നില്ല. അച്ഛാ, നിങ്ങളിപ്പോ 2 ആഴ്ചയായിട്ട് ഇവിടെ കേരളത്തിലുണ്ടെന്നല്ലേ പറഞ്ഞ? അതെ അപ്പൊ അതെ. സംസാരിച്ചപ്പോ നിങ്ങൾക്ക് എന്തോ ഫീഡ്ബാക്ക് കിട്ടിയത്? അപ്പം ഒരുപാട് കസ്റ്റമേഴ്സിനെ, ഇൻസ്റ്റാൾ ചെയ്ത കസ്റ്റമേഴ്സിനെ നമ്മൾ കണ്ടിരിക്കുന്നത്, നമ്മുടെ പ്ലാറ്റ്ഫോം വഴി ഇൻസ്റ്റാൾ ചെയ്തവരെയാണ് നമ്മൾ ഈ സോഫാർ മീറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരു ഓക്കെ. അപ്പം ജനറൽ ഒരു എക്സ്പീരിയൻസിന്റെ കൂടുതൽ ഇൻസ്റ്റാളേഴ്സിന്റെ സൈഡിൽ നിന്നുള്ള സ്റ്റോറിയാണ് ഞാൻ ഇതുവരെ കൂടുതൽ കേട്ടിരിക്കുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്. ഞാനിപ്പം പറഞ്ഞാൽ KDSPC എന്ന് പറഞ്ഞ കേരള ഡൊമസ്റ്റിക് സോളാർ കൺസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു വലിയൊരു 3000+ ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിന്റെ കോർ കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അപ്പം ആക്ച്വലി ഇതിൽ വന്നു കഴിഞ്ഞാണ് ലെങ്ത് ആൻഡ് ബ്രെത്ത് ഓഫ് കേരളന്റെ ആൾക്കാർ, അത് മാത്രമല്ല പുറത്ത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടും പുറത്തുള്ളവരും ഉണ്ട്. സോ അപ്പോഴാണ് ഇതിന്റെ ഇഷ്യൂസ് ഞങ്ങൾ ആക്ച്വലി മനസ്സിലാക്കുന്നത്. കാണുന്ന കണക്ക് അത്ര റോസി അല്ല, ഇതിൽ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടെന്ന് പിന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൂടുതലും ഓക്കെ, സെൽന. ഓക്കെ, സെൽന പറഞ്ഞ കണക്ക് ഓക്കെ, ഇൻസ്റ്റാളേഴ്സ് എന്ന് പറഞ്ഞ ഒരു കോമ്പറ്റീഷൻ തീർച്ചയായിട്ടും ഉണ്ട്. പ്രൈസ് വൈസ് കസ്റ്റമേഴ്സിനെ നമുക്ക് അതിനെ ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ ഈ മെനാരി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാളേഴ്സ് വന്നിട്ടുള്ളത് 3 kilowatt ആണ്. സോ എന്താ പറയുക, സെൻട്രൽ ഗവൺമെന്റും അതിനെയാണ് പ്രൊമോട്ട് ചെയ്തത് കൂടുതലും. സബ്സിഡി നോക്കിയിട്ട് ആൾക്കാർ അതിലോട്ടാണ് കൂടുതലും പോയത്. കേരള ഓവറോൾ നമ്മൾ റെക്കോർഡ്സ് എടുത്ത് നോക്കിയാലും 3 kilowatt ആണ് ആൾക്കാർ ഇൻസ്റ്റാൾ ചെയ്തത്. ലേറ്റർ ഓൺ ദേ റിയലൈസ്ഡ് അത് പോരാ. അപ്പോ പല ആൾക്കാരും അത് അപ്ഗ്രേഡ് ചെയ്ത്. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും അത് അപ്ഗ്രേഡ് ചെയ്തു. സോ എന്റെ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും എനിക്ക് സോളാറുമായിട്ട് ബന്ധമൊന്നുമില്ലായിരുന്നു. ഓൾ ഓഫ് എ സഡൻ ഈ MNRE സ്കീം വന്നപ്പം, ഈവൻ ദോ കഴിഞ്ഞ വർഷം നല്ല വേനലൊക്കെ ആയിരുന്നു, ബില്ലൊക്കെ വന്നപ്പോഴത്തേക്ക് ഐ തോട്ട് വൈ ഷുഡ് ഐ ഗോ ഫോർ ദിസ്. അങ്ങനെ ഓക്കെ, വൺ ഓഫ് ദ ലീഡിങ് ഇൻസ്റ്റാളറിനെയാണ് ഞാൻ കോൺടാക്ട് ചെയ്തത്. നോട്ട് ഓൺലി ദാറ്റ്, ദ ബെസ്റ്റ് തിങ് വാസ്, ഞാൻ പല ആൾക്കാരും വന്നെങ്കിലും ദ പേഴ്സൺ ഹു കെയിം ഫോർ ദ സർവേ വാസ് എൻ എഞ്ചിനീയർ. അപ്പം വി കുഡ് ടോക്ക് ഇൻ ദ സെയിം ലാംഗ്വേജ്. അപ്പൊ അതാണ് എന്നെ മെയിൻ ആയിട്ട് അതിന് ചെയ്തത്. അപ്പം സോ ഫാർ സോ ഗുഡ്, തിങ്സ് ആർ വർക്കിംഗ് വെൽ. ബട്ട് ഈ കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇൻസ്റ്റാളേഴ്സിന്റെ ഭാഗത്ത് വരുന്ന പ്രോബ്ലംസ് കൂടാതെ നമ്മളെ ഡിസ്കോംസ് ഗ്രിഡ് ഇഷ്യൂസ് വളരെ കൂടുതൽ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ഇതിൽ വന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്. വളരെയേറെ വോൾട്ടേജ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഹോറബിൾ. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഞാനിപ്പോ തങ്കശ്ശേരി എന്ന് പറയുമ്പോൾ ഓക്കെ, യുനോ ഇറ്റ്, ഒരു കോർപ്പറേഷൻ പരിമിതിയിലുള്ള സ്ഥലമാണ്. ഇവിടെ എവറിത്തിങ് ഇസ് ഫൈൻ ഹിയർ. സോ എന്റെ കാഴ്ചപ്പാടിൽ കേരളം മൊത്തം ഇങ്ങനെ ആയിരിക്കും എന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ അല്ല, ഒത്തിരി വോൾട്ടേജ് ഇഷ്യൂസ് ഉണ്ട്. നോട്ട് ഓൺലി ദാറ്റ്, നമ്മള് ഈ ട്രഡീഷണൽ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുമ്പോൾ സൗത്ത് ഫേസിങ് ഇൻസ്റ്റാളേഷൻ ആകുമ്പോഴത്തേക്ക് ഓക്കെ, ഈ ബെൽ കർവ്, സോ ഒരു 12 വരെ ആകുമ്പോഴത്തേക്കാണ് ഇത് പീക്ക് ഔട്ട് ചെയ്യുന്നത്. സോ ആ ടൈമില് നല്ല ഒത്തിരി ആൾക്കാരെ ഞങ്ങൾ കാണുന്നുണ്ട്, ഇത് ട്രിപ്പ് ആവും, ഇവര് ഇൻവേർട്ടേഴ്സ് ട്രിപ്പ് ആവും. സോ വാട്ട് ഹാപ്പൻ ഈസ് ഓവർ വോൾട്ടേജ് ആണ് ഈ സംഭവിക്കുന്നത്. അപ്പൊ അത് ഗ്രിഡിന്ന് KCB ലൈനിന്റെ ഓവർ വോൾട്ടേജ് ആണ്. അത് എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്ന പറഞ്ഞാൽ ലോഡ് ബാലൻസിങ് ഇല്ല. അതൊരു ഗ്രിഡ് ഇഷ്യൂ ആണ്. അത് ഡിസ്കോംസ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, നമ്മളെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അവര് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ലോഡ് ബാലൻസിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ, നിങ്ങള് ഡിസ്കോമിനെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഫേസ് ചേഞ്ച് ചെയ്യുക. സിംഗിൾ ഫേസ് ആണെങ്കിൽ നിങ്ങൾ അടുത്ത ഫേസിലോട്ട് നോക്കുക. അങ്ങനെയാണ്. That's a temporary issue. I mean, temporary solution. അപ്പൊ അങ്ങനെ പറ്റുന്നുള്ളൂ.
ഓക്കെ. ഇതിന് ഞാൻ ഇതിനെ വേറൊരു രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഞാനൊരു നോൺ കൺവെൻഷണൽ രീതിയിലാണ് ഇതിനെ കാണാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ബട്ട് വിത്ത് വാട്ട് യു സേ, ഇഫ് യു കാറ്റഗറൈസ് ദിസ് ഇൻ ടു 2-3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത ബേസിക് ആയിട്ടുള്ള ഈ 3 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ ഓക്കെ, ബേസിക് ആയിട്ടുള്ള വാട്ട് യു സേ ബേസിക് പാക്കേജ് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ കംസ് ദ മിഡ് റേഞ്ച്, ദെൻ കംസ് ദ പ്രീമിയം. അതിനെ നമുക്ക് ഇങ്ങനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ബേസിക് കാറ്റഗറീസിന് ആക്ച്വലി ദേ വിൽ ഗോ ഫോർ വാട്ട് എവർ ഇസ് ചീപ്പ്. അതിന് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. സോ മിഡ് റേഞ്ച് ഓഫ് കോഴ്സ് യു ക്യാൻ വാട്ട് യു സേ യു ക്യാൻ എഡ്യൂക്കേറ്റ് ദം. എന്താണ് അത് മാത്രമല്ല, ഫിസിക്കലി വരുന്ന ആൾക്കാർ, സർവേക്ക് വരുന്ന ആൾക്കാർ 2-3 പേര് വന്നതില് ആക്ച്വലി ദേ ആർ ടെക്നിക്കലി ഇല്ലിറ്ററേറ്റ്. വളരെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിന് സർവേക്ക് വരുന്നത്. അവര് വന്ന് എന്താ നോക്കുന്നത് തന്നെ നമുക്ക് മനസ്സിലാകത്തില്ല. ഓക്കെ, 3 ഷെയ്ഡ്സ് ഉണ്ടോ, റൂഫിൽ സ്പേസ് ഉണ്ടോ, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഡസന്റ് മേക്ക് എനി സെൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻവെർട്ടർ വെക്കാൻ സ്ഥലമുണ്ടോ, അത് മാത്രമേ നോക്കുന്നുള്ളൂ. സോ അത് മാത്രമല്ല, പിന്നെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഓക്കെ, ഇത് എവറി ടോം ഡിക് ആൻഡ് ഹാരി ഈസ് ആൻ ഇൻസ്റ്റാളർ റൈറ്റ് നൗ. നല്ലൊരു ഇൻസ്റ്റാളറിന്റെ കൂടെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എന്തെങ്കിലും അറിയാവുന്ന ഒരു വ്യക്തി ഈ പാനൽ ചുമക്കാൻ പോകുന്നുണ്ടെങ്കിൽ അടുത്ത മാസം തൊട്ട് പുള്ളി ഇൻസ്റ്റാളർ ആവും. ഓക്കെ, ബില്ലിംഗ് വിൽ ബി ഡൺ ഓൺ ദ അതർ പാർട്ടി, മെയിൻ ആള് ബില്ല് ചെയ്യും. ഇതാണ് നടക്കുന്നത്. സോ ഈ ഡസന്റ് അണ്ടർസ്റ്റാൻഡ് ഇതിൽ എന്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നൊന്നും മനസ്സിലാകത്തില്ല. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ജസ്റ്റ് ഗിവ് യു വൺ തിങ്. അർത്തിങ് എന്ന് പറയുന്നത്, നമ്മൾ ഗ്രൗണ്ടിങ് എന്ന് പറയുന്നത് ഓക്കെ, യു ഷുഡ് ഹാവ്, KSB പറയുന്നുണ്ട് 2, 3, 4 എന്നൊക്കെ പലയിടത്തും പറയുന്നത് അനുസരിച്ച് ഇറ്റ് ഷുഡ് ബി ഇന്റർലിങ്ക്ഡ്. ആയിരിക്കണം. ഈ പൊട്ടൻഷ്യൽ ആയിരിക്കണം എന്നുള്ള കാര്യം ദേ ഡോണ്ട് നോ. നീദർ ആ കാര്യം ഒക്കെ കൺവിൻസ് ചെയ്യണമെങ്കിൽ only an engineer can convince. സോ അങ്ങനത്തെ ഇഷ്യൂസ്, വളരെയേറെ ഇഷ്യൂസ് ഇവിടെ ഉണ്ട്. പിന്നെ വീട്ടിൽ വരുന്ന നിങ്ങളൊക്കെ 3 ഫേസ് ഉള്ളിടത്ത് പോലും ഇവര് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഏത് ഫേസിലോട്ടാണ് അവര് ചെക്ക് ചെയ്തിട്ടാണ് അവരെ കയ്യിൽ വരുന്ന സാധനത്തിലോട്ട് അവർ സിംഗിൾ ഫേസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോയെന്ന്. ആൻഡ് ദേ ആർ നോട്ട് പ്രൊമോട്ടിങ് 3 ഫേസസ്. 3 ഫേസ് ഉള്ള വീട് എന്ന് പറയുമ്പോൾ ഓക്കെ, മിഡ് റേഞ്ച് ടു പ്രീമിയം ആണ്, അവര് ബേസിക് അല്ല. ബേസിക്കലി യു ക്യാൻ പ്രൊമോട്ട് എ 3 ഫേസ് ഇൻവെർട്ടർ ഓർ എ ഡ്യുവൽ സ്ട്രിംഗ് ഇൻവെർട്ടർ. സോ അത് ചെയ്യുന്നില്ല. സംഹൗ യു വാണ്ട് എ കസ്റ്റമർ, അതേ നോക്കുന്നുള്ളൂ. ബിക്കോസ് ഞാൻ കുറച്ച് കോട്ട് ചെയ്താൽ മാത്രമേ മറ്റേ ആളത്ത് പോവാതെ എനിക്ക് കിട്ടത്തുള്ളൂ. ആ ഒരു തോട്ട് മാത്രമേ ഉള്ളൂ. സോ ഐ ഡോണ്ട് വാണ്ട് ടു നെയിം, യു ക്യാൻ ഫൈൻഡ് ഔട്ട്. ഒരു ഇഷ്യൂ ഒരു കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കേരളത്തിൽ വളരെ പോപ്പുലർ ആയ ഒരു സംഭവമാണ്. ഒരു ഒഡീസ, ഒരു പ്രീമിയം അല്ലെങ്കിൽ ഒരു സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു കസ്റ്റമറിന്റെ ഒരു ഇഷ്യൂ. അത് അവരെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ബില്ല് വന്നു, വലിയൊരു ബില്ല് വന്നു. അവരെ ഫീൽഡേ അല്ല, അവർക്ക് അറിയത്തില്ല. ഫേസ്ബുക്കില് പോസ്റ്റ് വന്നിട്ട് പിന്നെയാണ് നമ്മൾ അതിനെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ്സ് എ 3 കിലോവാട്ട് സിസ്റ്റം പ്ലസ് ഓഫ് ഗ്രിഡ് സിസ്റ്റം. അവര് ആക്ച്വൽ ലോഡ് ഇസ് 10 കിലോവാട്ടിന്റെ സിസ്റ്റം വെക്കാൻ ആ കസ്റ്റമർ എന്റെ പോർട്ട്ഫോളിയോയിൽ വരണമെന്ന് പറഞ്ഞ് ചെയ്തൊരു പരിപാടിയാണ് ഏത് ഇൻസ്റ്റാളർ ആയാലും. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. സോ വെൻ യു ഗോ ടു എ കസ്റ്റമർ, ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നോക്കേണ്ടത് ഹൗ മച്ച് ആ കസ്റ്റമറിനെ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റണം. സോ ദ പേഴ്സൺ ഹു ഇസ് ഗോയിങ് ആൻഡ് അപ്രോച്ചിങ് ദ പേഴ്സൺ മീൻ കസ്റ്റമർ, he should first of all he should be educated. അപ്പം എന്നിട്ട് ഓക്കെ, ഫ്യൂച്ചറിൽ നിങ്ങൾ എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും whatever എന്തൊക്കെ വീട്ടിലുണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പോകും. എല്ലാ വർഷവും നിങ്ങളെ കൺസംഷൻ കൂടിക്കൊണ്ടിരിക്കും. സോ കൂടുന്നതനുസരിച്ച് ഇപ്പോഴും നിങ്ങൾ ഐ വിൽ ടെൽ യു വൺ മോർ തിങ്. ഫസ്റ്റ് നമ്മൾ കോൾ വരുമ്പോൾ ഐ വിൽ ജസ്റ്റ് ഗോ ബൈ സീക്വൻസ് ആക്ച്വലി, എന്നാലേ ഇത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം നമ്മൾ ചെയ്യുന്ന എന്താണ്, ഒരു നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വരുമ്പോൾ ഒരു വ്യക്തി വെബിൽ പോയോ അല്ലെങ്കിൽ അയൽക്കാരുടെ അടുത്ത് ചോദിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നിട്ട് കുറച്ച് പേരെ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യുമ്പോൾ അവിടുന്ന് കോൾ വരുന്നത് നിങ്ങളെ ബില്ല് എത്രയാണ്. സോ ഏത് ബില്ലാ പറയേണ്ടത്? ലാസ്റ്റ് മന്തിലെ ബില്ലാണോ പറയേണ്ടത്, എന്താണ് പറയേണ്ടത്? സോ ഓക്കെ അങ്ങനത്തെ കസ്റ്റമേഴ്സ് ഉണ്ട്, അവർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ട്. ബട്ട് ഇതിന് വേറൊരു രീതി ചോദിക്കാമല്ലോ, നിങ്ങളെ മാക്സിമം ബില്ല് ഇതുവരെ വന്നിട്ടില്ല ഈ ഒരു വർഷത്തില്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയിൽ ഏറ്റവും വലിയ ബില്ല് ഏതാ വന്നാക്കുന്നത്?
ഓക്കെ ബില്ല് ചോദിക്കാന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്യാറില്ല, നോക്കാറില്ല. അതുകൊണ്ടാണ് എമൗണ്ട് ചോദിച്ചിട്ട് ഈ ഇൻസ്റ്റാളേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ ദിസ് മച്ച് യൂണിറ്റ്സ് അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പം അതല്ലേ ചോദിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരു 10 യൂണിറ്റ്സ് ആണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ സോ അവര് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത് നോർമലി 10 യൂണിറ്റ്സ് ആണെങ്കിൽ ഒരു 3 കിലോവാട്ട് സിസ്റ്റം ആയിരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? ഇറ്റ് മേക്സ് 12 യൂണിറ്റ്സ്. അതായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. In my point of view, that's absolutely wrong. It should be double the size. At least it should be 5 kilowatt. Because what happens is, അറിയത്തില്ല നമുക്കിത് എന്താണ് പറയുന്നത്, ഫ്യൂച്ചറിൽ ദേ ആർ ഗോയിങ് ടു ആഡ് ഓൺ ദർ എക്യുപ്മെന്റ്. AC ഉപയോഗിക്കും, അങ്ങനെ പലതും ഉപയോഗിക്കും. അപ്പം അതിന് അപ്ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മാത്രമല്ല നല്ലൊരു ഫെയർ അല്ല. സോ യു ഷുഡ് ബി ഹാവിങ് എ ബിഗർ തിങ്. അത് കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇത് വെച്ച് തരാം, പക്ഷെ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ബെയർ മിനിമം ആണ് വെക്കുന്നെങ്കിൽ you will be having electricity bills. എന്നിട്ട് പറയുന്നത് സീറോ ബില്ലിംഗ്. there is nothing called zero billing. A minimum bill you have to pay every month. So ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, വോൾട്ടേജ് ഇഷ്യൂസ് വളരെ ഏറെ ഉണ്ട്. വാട്ട് ഐ വിൽ സേ ഈസ്, എന്റെ ഒരു നോൺ കൺവെൻഷണൽ തോട്ട് ആണ്, അത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ വെക്കുകയാണെങ്കിൽ പോലും 3 ഫേസ് ഉള്ളിടത്ത് അല്ലെങ്കിൽ 3 ഫേസ് ഇല്ലാത്തടത്ത് 3 ഫേസ് എടുക്കുന്ന 5 കിലോവാട്ട് ആണ് ഇവിടുത്തെ ഒരു ലിമിറ്റ് നമ്മളെ ഡിസ്കൗണ്ട് പറയാം. ഓക്കെ, കണക്റ്റഡ് ലോഡ് കുറച്ചുകൂടെ കൂട്ടിയിട്ട് 3 ഫേസ് കണക്ഷൻ എടുക്കും, ലൈൻ എടുക്കും നിങ്ങളുടെ തന്നെ. അതുകൊണ്ട് ആ വീട്ടുകാർ ആ ഒരു ഡേറ്റ ഷീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിലോട്ട് നിങ്ങൾക്ക് നിങ്ങൾ സിംഗിൾ ഫേസ് ആണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ, ഇൻവെർട്ടർ ചെയ്യുന്നെങ്കിൽ, അത് ആഫ്റ്റർ എ ഫ്യൂ വീക്സ് ഓർ മന്ത്സ് എവറിഥിങ് വിൽ ഫോൾ ഓൺ ട്രാക്ക്. സോ മോസ്റ്റ്ലി വോൾട്ടേജ് ഇഷ്യൂസ് സിംഗിൾ ഫേസ് കണക്ഷൻസിലാണ് ആൾക്കാർ ഫേസ് ചെയ്യുന്നത്, അതോ 3 ഫേസിന്റെ അത്? No, 3 phase has another problem. 3 phase voltage balance അല്ലെങ്കിൽ a few percentage കൂടുതൽ ബാലൻസ് അല്ലെങ്കിൽ that will trip itself. അപ്പൊ അതാണ് ഇൻസ്റ്റാളേഴ്സ് പറയുന്നത്. 3 phase വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്യൂസ് കൂടുതൽ വരും, എപ്പോഴും ട്രിപ്പ് ആവും. So that's a fact. കാരണം ഗ്രിഡിൽ ലോഡ് ബാലൻസ്ഡ് അല്ല. So that we cannot do anything. That's the DISCOM to do. അത് മേജർ ഇഷ്യൂ ആണ്. ഈ രണ്ട് പ്രോബ്ലംസ്. അത് മാത്രമല്ല, പിന്നെ ഈ ഉച്ചയ്ക്ക് പീക്ക് ഔട്ട് ആവുക എന്ന് പറഞ്ഞത് അത് എല്ലായിടും അങ്ങനെ തന്നെ. ആക്ച്വലി വി ഷുഡ് ട്രൈ another thing. ഫോർ എക്സാമ്പിൾ ദ മിഡ് റേഞ്ച് ഓർ ദ പ്രീമിയം കസ്റ്റമേഴ്സിന്റെ അടുത്ത് ആസ്ക് them to go for ഈസ്റ്റ് വെസ്റ്റ് ഓറിയന്റേഷൻ. ഇപ്പൊ വരുന്നത് എല്ലാം ബൈഫേഷ്യൽ പാനൽസ് ആണ് മോസ്റ്റ്ലി. എനിക്ക് തോന്നുന്നു മറ്റേത് മോണോഫേഷ്യൽസ് എനിക്ക് തോന്നുന്നു പീസ് ഔട്ട് ആവും. സോ ബൈഫേഷ്യൽസ് ആകുമ്പോഴത്തേക്ക് ഒരു 45 ഡിഗ്രി ഈസ്റ്റ് ോട്ടും അതേ തന്നെ 45 ഡിഗ്രി വെസ്റ്റിലോട്ട് ഒരു പ്ലെയിൻ സർഫേസിലാണെങ്കിൽ ആ ഉച്ചയ്ക്ക് ആ പീക്ക് ഔട്ട് ആവുന്ന ആ ബെൽ കർവ് നമുക്ക് ഒഴിവാക്കാം. ഏർലി സ്റ്റാർട്ട് ആവും, യു ക്യാൻ മെയിൻറ്റെയിൻ എ ഫ്ലാറ്റ് കർവ്. അത് കഴിഞ്ഞ് പിന്നെയും ലേറ്റ്, അപ്പൊ അതൊരു ലോങ് സ്പാൻ വരും. ഓക്കെ, power will be less, of course. Power will be less. You won't be having the peak power, but energy you're going to have a bigger span of energy. ഇത് നിങ്ങൾക്ക് ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ ഒരു പ്രീമിയം കസ്റ്റമറിന് മാത്രമേ ഇത് പറയാൻ പറ്റത്തുള്ളൂ. ബിക്കോസ് ദേ ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ് മോർ, ദേ ഹാവ് ടു ഇൻവെസ്റ്റ് മോർ. അവർക്ക് ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഒരു ബേസിക് കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഇത് പറ്റത്തില്ല. ബിക്കോസ് ഒരു 3 കിലോവാട്ട് സിസ്റ്റം ഇസ് ഓൾവേസ് സിംഗിൾ MPPT തിങ്. അവർക്ക് ഇത് പറയാൻ പറ്റില്ല. So actually, even I don't think KCB, it will be very beneficial for KCB also, right? അവർക്ക് load balancing ഭയങ്കരമായിട്ട് help ചെയ്യും. ഇത് ഞാൻ ചിന്തിക്കാൻ കാര്യം, ഞാൻ വിദേശത്ത് ഗ്രിഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. So if I was a grid operator, I will not allow, what do you say, mid range or a higher peak. അവർക്ക് ഞാൻ സൗത്ത് ഓറിയന്റേഷൻ ഞാൻ അലൗ ചെയ്യത്തില്ല. 3 കിലോവാട്ട് 4 കിലോവാട്ട് 5 കിലോവാട്ട് വരെ ഉള്ളവർക്ക് ഞാൻ സൗത്ത് ഓറിയന്റേഷൻ സിംഗിൾ MPPT അലൗ ചെയ്യും. അതിൽ കൂടുതലുള്ളവരെ ഞാൻ അലൗ ചെയ്യത്തില്ല. എന്തുവാ ഇനി പറയുന്നത്? ഫീസിബിലിറ്റി. I won't give the feasibility. I will just say, no, you install dual MPPT and east west orientation. I don't want that 12:30 peak out. So I'm suffering, the grid is suffering. ഈ ഐഡിയാസ് KCB-യിൽ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യോ, അങ്ങനെ ചെയ്ത ഡിസ്കഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട എല്ലാ സബ് ഓഫീസിലും എന്തോ സെക്ഷൻ ഓഫീസോ സബ് ഓഫീസോ whatever you call it, അവിടെ ചെന്നാലും അവർക്കൊരു യൂണിഫോം ആയിട്ടുള്ള ഒരു റൂളൊന്നുമില്ല. പലയിടത്തും
പല രീതിയിലാണ്. ഒരിടത്ത് അലവ് ചെയ്യുന്നിടത്ത് മറ്റിടത്ത് അലവ് ചെയ്യത്തില്ല. ഈ Correct, correct, പ്രോബ്ലംസ് ഉണ്ട്. അത് മാത്രമല്ല, ഓക്കെ, ഇപ്പൊ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് വരുന്നുണ്ട്. ദേ റീച്ച്ഡ് അപ് ടു സബ് എഞ്ചിനീയേഴ്സ് വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ ദാറ്റ് ടു ഗെറ്റ് പ്രൊമോട്ടഡ്. അത് അല്ലാതെ ഇരിക്കുന്നവര് ഈ എന്താണ് പറയുന്നത്, ടൈം എടുത്ത് മൂത്ത് ആയിട്ടുള്ള പൊസിഷനിലായിട്ടുള്ളവരുണ്ട്. വെരി അഡമന്റ് ആൻഡ് ആരോഗന്റ്. അവർക്ക് ഇതിന്റെ ബേസിക്സ് ഒന്നും അറിയത്തില്ല. അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ട്. അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഹീറ്റിംഗ് എ വാൾ, ഹെഡ് ടു ദ വാൾ. അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർ ആക്ച്വലി ഇങ്ങനെ ഡിമാൻഡ് റെസ്പോൺസ്, ഇത് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഡിമാൻഡ് റെസ്പോൺസ് എന്നൊക്കെ എന്തൊക്കെയോ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ അവർക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല, ലൈക്ക് വാട്ട് ടു ഡു, ഹൗ ടു ടോപ്പ് ലെവലിൽ പലതും നടക്കുന്നുണ്ടെങ്കിലും ഇത് ഹാൻഡിൽ ചെയ്യേണ്ടടുത്ത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടോ? അവിടെ ആക്ച്വലി നല്ല എഞ്ചിനീയേഴ്സിനെ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട് ഇവിടെ. പിന്നെ അത് മാത്രമല്ല, എൻഡിൽ വരുമ്പോഴത്തേക്ക് ടോപ്പ് എഞ്ചിനീയേഴ്സ് ഒന്നും വരില്ല. അത് ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ, എനിക്കൊന്ന് കോൺട്രാക്ടേഴ്സും ഏതെങ്കിലും ഐ ഡോണ്ട് നോ വരുമായിരിക്കും. സബ് എഞ്ചിനീയേഴ്സ് ഒക്കെ ആയിരുന്നു തോന്നുന്നു വരുന്നത്. ബട്ട് സ്റ്റിൽ അത് ഹാൻഡിൽ ചെയ്യുന്നത് കോൺട്രാക്ടേഴ്സും ഒക്കെയാണ്. അവര് എത്രത്തോളം അവരെ കൺവീനിയൻസ് ആണ് നോക്കുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. കൂടുതലും കൺവീനിയൻസ് ആണ് നോക്കുന്നത്. അവർ ആ ലോഡ് ബാലൻസിങ് ചെയ്യാൻ ആക്ച്വലി ഫിസിക്കലി മെഷർ ചെയ്യാനൊന്നുമില്ല. ട്രാൻസ്ഫോമർ ഉണ്ടിൽ ദർ ഇസ് നോ മെഷറിംഗ് ഡിവൈസ്. They should have a measuring device. ഒരു മീറ്ററിംഗ് ഡിവൈസ് വേണം അവിടെ, എത്ര ലോഡ് ഉണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇടയ്ക്ക് വെച്ച് കുറച്ച് വർഷം മുമ്പ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ട്രയൽ ബേസിസിൽ ഫ്യൂ 100 മീറ്റേഴ്സ് ട്രാൻസ്ഫോമർ ലെവലിൽ വെച്ചായിരുന്നു. അതിൽ എനിക്ക് തോന്നുന്നു 1-2 മാത്രമേ അങ്ങോട്ട് ബാക്കിയുള്ളൂ. ട്രാൻസ്ഫോമർ റീഡിംഗ് ഇല്ല അല്ലേ? ട്രാൻസ്ഫോമർ ലോഡ് ഏത് ഫേസിൽ എത്ര ലോഡാന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ബിക്കോസ് ഇന്ത്യയിൽ പല ഡിസ്കോംസും ട്രാൻസ്ഫോമേഴ്സ് ഇപ്പം ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് KCB-ലൊക്കെ എത്തുമ്പോൾ പ്രോബ്ലി ഇയേഴ്സ്. ഇവിടെ ഞങ്ങളെ കമ്മ്യൂണിറ്റി സ്മാർട്ട് മീറ്ററിന് വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇവർക്ക് ഇപ്പോഴും സ്മാർട്ട് മീറ്ററിന് കേൾക്കുന്നത് സ്മാർട്ട് മീറ്ററിന്റെ പോട്ടെ, ഇപ്പൊ TOD ബില്ലിംഗ്, ഇവര് TOD മീറ്റേഴ്സ് പർച്ചേസ് ചെയ്യുന്ന കാര്യം സംസാരിക്കുന്നു. ദാറ്റ്സ് ആൻ ഒബ്സൊലീറ്റ് തിങ്. ഓക്കെ, പ്രസന്റ് ഉണ്ടെങ്കിലും why you want TOD meters again? Instead of buying TOD meters, buy smart meters. Exactly. എന്തായാലും you are changing the meter, so change it to smart meter. So, okay, ഇത് ഒരു ഇത്രയും I don't know how many എത്ര കോടി ആൾക്കാരുണ്ടെന്ന്, more than a crore. I think around close to 1 crore connections ആണ് KCB. അപ്പം അത്രയും ഒക്കെ ചെയ്തു വരാന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പേസിൽ പോവുകയാണെങ്കിൽ it's going to take several years. എത്രയെങ്കിലും വർഷം എടുക്കും. അപ്പം അറ്റ്ലീസ്റ്റ് ഫ്രം ദ ടോപ്പ് ടു വാട്ട് യു സേ, നമ്മളെ പുറത്തുള്ള ട്രാൻസ്ഫോമറിന്റെ അവിടെ വരെയെങ്കിലും വന്നു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന്റെ അടുത്ത് വരണ്ട. ഓക്കെ, ബിഗർ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിങ്ങൾ കൊടുത്തോളൂ. അവിടെ വരെയെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ആവും. ഫോർ എക്സാമ്പിൾ, എന്റെ വീടിന്റെ പുറത്തുള്ള ട്രാൻസ്ഫോമറിൽ ഈ ലോഡ് ബാലൻസിങ് ഉണ്ടെങ്കിൽ, അവർക്ക് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ കണക്ഷൻ കൊടുക്കുന്ന കോൺട്രാക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ സബ് എഞ്ചിനീയേഴ്സ് ആയാലും ആയാലും ഓക്കെ, ലോഡ് അവർക്ക് കണ്ടിട്ട് അവർക്ക് ആർക്കെങ്കിലും പറയാലോ, ഓക്കെ മറ്റേ ഫേസിലോട്ട് കൊടുക്കൂ, ഈ ഫേസിലോട്ട് കൊടുക്കൂ. ഹെൽപ്ലെസ്, ദേ ഡോണ്ട് നോ. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുന്നുള്ള ലോഡ് അങ്ങോട്ട്. ആരെങ്കിലും നമ്മൾ ഇഷ്യൂസ് പറയുകയാണെങ്കിൽ അവർ ഇവിടുന്ന് ഇളക്കി അപ്പുറത്തെ ഫേസിലോട്ട് കൊടുക്കും. അത് എന്നാലും മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. വേറെ എന്തൊക്കെയാണ് സർ സോളാർ ഇൻസ്റ്റാൾ ചെയ്തവർക്ക് ഇപ്പൊ ഈ അസോസിയേഷൻ ഒക്കെ വഴി എന്തൊക്കെ ഇഷ്യൂസ് ആണ്? ഇപ്പോഴത്തെ ഇഷ്യൂ കൂടാതെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഇഷ്യൂസ് ഉണ്ട്. ലൈറ്റ്നിങ് അറസ്റ്റേഴ്സ് എന്ന് പറയുന്ന സംഭവം ഇപ്പം നമ്മളെ ഡിസ്കോം പറയുന്നത് 3 kilowatt വരെ അതിന് ആവശ്യമില്ലെന്നാണ്. ദാറ്റ് ഇസ് ആക്ച്വലി അത് ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ് ആക്ച്വലി. കാരണം നമ്മളെ പുറത്തൂടെ പോകുന്ന അതില് ഒരു ഗ്രൗണ്ടിങ്, ഒരു എർത്തിങ് ലൈൻ ഇല്ല. ഇപ്പൊ അത് ഓക്കെ, ABC കേബിൾ ആയിട്ടും ഇൻസുലേറ്റഡ് കേബിൾസ് ആയിട്ടും അവർ മാറ്റുന്നുണ്ട്. ബട്ട് ആക്ച്വലി ഒരു ഗ്രൗണ്ടിങ് കേബിൾ ത്രൂ ഔട്ട് വേണമെങ്കിൽ ആ പഴയ ലൈൻ മാറുമ്പോഴത്തേക്ക് ആ ബെയർ കേബിള് ഒരു ഗ്രൗണ്ടിങ് ലൈനായിട്ട് അവർക്ക് കൊടുത്തിട്ട് ഓരോ ഇൻഡിവിജ്വൽസിനും വേണമെങ്കിൽ, ബട്ട് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് തിങ്. അത് ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല, നമുക്ക് ഇല്ല അങ്ങനെ ഒരു സംഭവം. അപ്പം ലൈറ്റ്നിങ് ഏതിലെ കൂടെയെങ്കിലും കയറി വരാം, ഏത് ഫേസിൽ കൂടെയും കയറി വരാം, ഏതിലെ കൂടെയെങ്കിലും കയറി വരാം. സോ നമ്മളെ വീട്ടിൽ തന്നെ അത് വീഴണമെന്നില്ല.
ഗ്രിഡിൽ വീണിട്ട് അതിൽ കൂടെ തന്നെ നമ്മൾ വീട്ടിലോട്ട് കയറി വരാം. സോ ലൈറ്റ്നിങ് അറസ്റ്റർ ഫോർ പ്രൊട്ടക്ടിങ് ദ വാട്ട് യു സേ പ്ലാന്റ് ആൻഡ് വാട്ട് യു സേ നിങ്ങളെ ഹോം ഡിവൈസസിൽ ഒത്തിരി ഇഷ്യൂസ് വരുന്നുണ്ട്. പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ മഴ സമയത്തും ഇടിവെട്ടും വരുമ്പോൾ ഞങ്ങളെ ഈ ഇൻസ്ട്രുമെന്റ് പോയി, അത് പോയി, ഇത് പോയി, കത്തിപ്പോയി. സോ SPDs എന്ന് പറയുന്ന സാധനം ഓക്കെ നിങ്ങൾ പുറത്ത് വെക്കുന്നുണ്ടെങ്കിലും അത് പ്രീമിയം കസ്റ്റമേഴ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ മിഡ് റേഞ്ച് കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയാം, നിങ്ങളെ വീട്ടിലും DBയിലും നിങ്ങൾ ഇത് വെക്കണം. ഇതിന്റെ ആവശ്യം എന്താണ്? ഇതിലൊക്കെ ഇറ്റ് മൈറ്റ് കോസ്റ്റ് യു ഫ്യൂ തൗസൻഡ് റുപ്പീസ്. അപ്പം ഇത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം എന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ പുറത്ത് വെച്ചാക്കുന്ന എന്റെ വീടിന്റെ പുറത്ത് വെച്ചാക്കുന്ന സാധനം അതിൽ 800 രൂപയ്ക്ക് കിട്ടും. ബട്ട് ആക്ച്വലി 800 രൂപ തൊട്ട് 8,000 രൂപ 12,000 രൂപ വരെ കിട്ടുന്ന സാധനമാണ്. സോ ദാറ്റ് ഇഷ്യൂസ് ആർ ദർ. സോ ഓക്കെ, നിങ്ങൾ ബേസിക് കസ്റ്റമേഴ്സിന് നിങ്ങൾ കൊടുത്തോളൂ. ബട്ട് മിഡ് റേഞ്ച് ആൻഡ് ഹയർ കസ്റ്റമേഴ്സിന് യു ഷുഡ് ഗിവ് ക്വാളിറ്റി പ്രൊഡക്റ്റ്. ഞങ്ങളെ കമ്മ്യൂണിറ്റി പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ പ്രൈസ് നോക്കി പോരുത്. പ്രൈസിനെ പറ്റി ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കാറില്ല. അതാരെങ്കിലും പറഞ്ഞു വരികയാണെങ്കിൽ തന്നെ ഞങ്ങൾ അതിനെ ഡിസ്കറേജ് ചെയ്യും. നോ, ഇവിടെ പ്രൈസ് ഡിസ്കസ് ചെയ്യലോ, ഇത് നിങ്ങൾ കാണുന്ന ലൈറ്റ് അല്ല ഇത്. ഓക്കെ, വിഷ്വലി നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റത്തില്ല എന്നേ ഉള്ളൂ. ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ്. സോ ഇതിൽ എപ്പോഴും നിങ്ങൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ദാറ്റ് മീൻസ് ക്വാളിറ്റി നെവർ കംസ് ചീപ്പ്. Absolutely, yeah. ഇതൊക്കെയാണ് ഇഷ്യൂസ്. One more thing I just came into my mind. പെട്ടെന്ന് എന്റെ മൈൻഡിൽ വീണ, see, it has nothing to do with ഇതില് MNRE. Let me write down your name. I always forget that. Selna. സെല്ല, ഇത് MNRE തന്നെ കുറച്ച് നാൾ വർക്ക് ചെയ്യുന്ന പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. MNRE allows you 15% overload, doesn't it? Yeah, actually 20% വരെ ആയിരുന്നു അവരുടെ ഇനീഷ്യൽ. See, okay, അത് ഓക്കെ KSCBയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഐ എം നോട്ട് ഷുവർ അബൌട്ട് 15% വരെ ആകണ്ട് ഇവിടെയും അലൗ ചെയ്യുന്നുണ്ട്. സോ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അത് എല്ലാവരും ചെയ്യാറില്ല. അതിന് ബെയർലി ചില സമയത്ത് 3 kW എന്ന് പറയുമ്പോൾ 2,900 സംതിങ് ആ വരത്തുള്ളൂ കാൽക്കുലേഷൻ. അപ്പൊ അവിടെ കൊണ്ട് നിർത്തും. അങ്ങനെ എന്തിനാ ചെയ്യുന്നത്? അത് 5 kW ആണെങ്കിൽ 4,900. സോ ഇത് ഇൻസ്റ്റാളേഴ്സ് ചെയ്യുന്നത് പറയാൻ ഒരു പാനൽ കുറയ്ക്കാം. സോ അത് അവരെ പോക്കറ്റിൽ പോകാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് അത് ചെയ്യുന്നത്. ദാറ്റ് ഷുഡ്ന്റ് ഹാപ്പൻ. ആക്ച്വലി ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ you should load it 100%. Exactly. Right. Yeah. Okay. It depends on what you say, equipment to equipment. Premium brands like you don't need that. It will work fine. Yeah. But average, on an average, it is better to load 100%. Yeah, for sure. Normally 120%, 115%, it never reaches that. Correct. Exactly. Any panel will work only up to 80%. Correct. Bifacial it might have a gain, and at some point of time it might reach 100%. Yeah. Some point of time. അത് എപ്പോഴെത്തും എങ്ങനെ എത്തും എന്ന് അറിയത്തില്ല. So it's better always to load it. Yeah. Because most of the time it is underloaded. Exactly. Yeah, that is true. I think the other installers in the issue are mainly like customers should actually ask for it. 15 to 20% ആണ് ശരിക്കും optimum performance ആണെങ്കിൽ you should overload it. സർ, ഇൻസ്റ്റാൾ ചെയ്ത് ലൈക്ക് സോളാർ കസ്റ്റമേഴ്സിന് ബില്ലിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഇൻ അസോസിയേഷനിൽ ആരെങ്കിലും കംപ്ലൈന്റ്സ് പറയോ, ക്വസ്റ്റ്യൻസ്? അങ്ങനത്തെ ഇഷ്യൂസ് ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. ആക്ച്വലി നമ്മളെ ഡിസ്കോം ജനറേഷൻ ഡ്യൂട്ടി വഴിക്കുമായിരുന്നു നമ്മുടെ അടുത്ത്. ഇലക്ട്രിസിറ്റി വി ആർ ജനറേറ്റിംഗ്, പവർ വി ആർ ജനറേറ്റിംഗ്, അതിന് നമ്മള് ഡ്യൂട്ടി കൊടുക്കണമായിരുന്നു. അതൊരു ഇഷ്യൂ ആയിരുന്നു. അതിപ്പോ ഞങ്ങളെ കമ്മ്യൂണിറ്റി KDSPC അതിനു വേണ്ടി ഫൈറ്റ് ചെയ്ത് ഈ മാസം തൊട്ട് അതിനെ തിരിച്ചു കിട്ടി തുടങ്ങി ഞങ്ങൾക്ക്. സോ ദാറ്റ്സ് ഞങ്ങളെ ഒരു നേട്ടമാണത്, ഞങ്ങളെ കമ്മ്യൂണിറ്റിയുടെ ഒരു നേട്ടമാണത്. അപ്പം ദിസ് വിൽ കീപ് ഓൺ. ഇപ്പൊ ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവരെടുക്കും, പിന്നെ ഞങ്ങൾ ഫൈറ്റ് ചെയ്ത് മേടിക്കണം. പക്ഷെ ഫൈറ്റ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ they will make money out of it. അതും ഇത്രയും 1 കോടിക്ക് മേളില് ഇത് ഉള്ളപ്പം എത്ര കോടിയാണ് ഒരു ലാഭമായിട്ട് ചെല്ലുന്നത്? ദ മേജർ പ്രോബ്ലം ഇസ് ഇവിടെ ഒരു കോമ്പറ്റീറ്റർ ഇല്ല.
കോമ്പറ്റേറ്റർ വരുന്നാൽ മാത്രമേ ഇതൊക്കെ ഇവര് ശരിയല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പം ആക്ച്വലി TOD ബില്ലിംഗ് അത് 250 യൂണിറ്റ്സ് കഴിയുമ്പോൾ TODയിലോട്ട് പോവാൻ. TOD ബേസിക്കലി ഇറ്റ് സേസ് ദാറ്റ് ബൈ മന്ത്ലി ബില്ല് ഉള്ളവർക്ക് ഇറ്റ് ഷുഡ് ബി 3 ബിൽസ് ആൻഡ് മന്ത്ലി ബില്ലാണെങ്കിൽ 6 ബിൽസ്. 6 months ആണ് ആക്ച്വലി. സോ 6 months കൺസിക്യൂട്ടീവ്ലി നിങ്ങൾ 250 ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ TOD ആകാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആകാൻ പാടില്ല. പക്ഷേ എങ്കിൽ ഇവിടെ പലയിടത്തും പല രീതിയിലാണ് ബില്ല് ചെയ്യുന്നത്. ചിലവർക്ക് TOD ആണെന്ന് പറയും, ചിലർക്ക് അല്ലെന്ന് പറയും. ഇതൊക്കെ ഒരു ഫൈറ്റ് ഉണ്ട്. അത് മാത്രമല്ല പിന്നെ ഈ നമ്മളെ ജനറേഷൻ മീറ്റർ അതും വന്ന് നോക്കും. അപ്പൊ അതും കൂടെ ആഡ് ചെയ്തിട്ട് അതിന്റെ TOD ആക്കാൻ നോക്കും. ആ ഒരു ശ്രമവും ഒക്കെ നടക്കുന്നുണ്ട്. അത് സക്സസ് ആയില്ലെങ്കിലും അതിനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. സം പോയിന്റ് ഓഫ് ടൈം അത് ഏതെങ്കിലും രീതിയിൽ ദേ വിൽ ട്രൈ ടു ടേക്ക് മണി. പിന്നെ ഫൈറ്റ് ചെയ്ത് മേടിക്കും. അത് എത്ര മേടിക്കും, ആരൊക്കെ ഫൈറ്റ് ചെയ്യാൻ പോകും, ഒക്കെ ഇഷ്യൂസ് ആണ്. ആ ബില്ലിംഗ് ഇഷ്യൂസ് ഒക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ ഈ കൺസംഷൻ, ഇമ്പോർട്ട്, എക്സ്പോർട്ട് അതൊക്കെ ഒരു കൺഫ്യൂഷൻ ആവാറുണ്ടോ കസ്റ്റമേഴ്സിന്? ലൈക്ക് എത്രയാണ്, എങ്ങനെയാണ് ഈ ബില്ല് വരുന്നത്, എത്ര കൺസ്യൂം ചെയ്തു, എത്ര ഇമ്പോർട്ട് എക്സ്പോർട്ട് എത്രയായി, അങ്ങനത്തെ ആ കമ്മ്യൂണിറ്റി വി ആർ എഡ്യൂക്കേറ്റിംഗ് ദം. സോ അതൊരു ഇഷ്യൂ അല്ല ഞങ്ങൾക്ക്. ഞങ്ങളെ കമ്മ്യൂണിറ്റി വരുന്നവർ ആരെയും ഞങ്ങൾ അത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒന്നും അവർ എങ്ങനെയാണ് അവര് എനർജി മീറ്റർ നോക്കേണ്ടത് അതൊക്കെ ഞങ്ങൾ പഠിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് അതൊരു ഇഷ്യൂ അല്ല ആർക്കും. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു 1 week ആ ഒരു ക്വസ്റ്റ്യൻസ്, ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസുമായിട്ട് അവർ വരും. എങ്ങനെയാണ് എന്താണെന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ഞങ്ങൾ ഓരോന്നോരും ഞങ്ങള് ഇപ്പം ആക്ച്വലി എല്ലാവർക്കും അറിയാം. ഞങ്ങൾ അല്ലെങ്കിൽ വേറെ ഒരാള് ടീം മെമ്പർ ആരെങ്കിലും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. അതൊരു ഇഷ്യൂ ഇപ്പൊ സോഫാർ അതൊരു ഇഷ്യൂ അല്ല ഇപ്പൊ. അപ്പം മീറ്ററിന് എങ്ങനെ, മീറ്ററിൽ പോയി ചെക്ക് ചെയ്യാറുണ്ടോ, അതോ ബില്ല് വരുമ്പം ബില്ലിന്റെ റീഡിങ്സ് നോക്കുകയാണോ ചെയ്യാറ്? പക്ഷേ ബില്ല് വരുമ്പോ നോക്കുന്നവര് കാണും. ഫോർ എക്സാമ്പിൾ വീട്ടില് പ്രായമുള്ളവർ മാത്രമാണെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും. അപ്പം വിദേശത്തായിരിക്കും മക്കള്, അപ്പം അവര് അങ്ങനെ ആയിരിക്കും നോക്കുന്നത് ഓൺലൈൻ. അല്ല, ചെറുപ്പക്കാരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവര് ഓൺ ഡെയിലി ബേസിസിൽ നോക്കുന്നവരുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ ഒരു സബ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഡെയിലി ബേസിസ് അപ്പൊ അവിടെ ബിൽ റീഡിംഗ് പോയി എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യും. എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും ഡെയിലി ബേസിസ് നോക്കുന്ന ആളാണ്. സോ അത് ഒരു ശീലമാണ്. പണ്ട് തൊട്ടേ നോക്കുമായിരുന്നു. ഇത് ഇല്ലായിരുന്ന സമയത്ത് പോലും അതൊരു ഐ ഡോണ്ട് നോ വൈ ഐ ലൈക്ക് നമ്പേഴ്സ്. സോ അത് കാരണം അങ്ങനെ നോക്കി പോകുമായിരുന്നു. മറ്റേ സോളാറിന്റെ ഇൻവെർട്ടറിന്റെ ആപ്പ് ഉണ്ടാവത്തില്ലേ സാർ? ഏത് ഇൻവെർട്ടറാ വെച്ചിരിക്കുന്നത്? ഞാൻ ഉപയോഗിക്കുന്ന ഫോക്സസ്. ഓക്കെ. അപ്പൊ അതിന്റെ ആപ്പിൽ അതും ചെക്ക് ചെയ്യാറുണ്ടോ? ജനറേഷൻ അതും ഡെയിലി ബേസിസ് ചെക്ക് ചെയ്യും? നോക്കാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. ഒരു ദിവസം 2-3 പ്രാവശ്യം നോക്കും. അപ്പം ഈ പിന്നെ ഈ സേവിങ്സ് നമ്മൾ സാധാരണ ഇൻസ്റ്റാളേഴ്സ് സെല് ചെയ്യുമ്പോൾ ഇത്ര ഒരു പേ ബാക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ 4 years റിക്കവർ ചെയ്യും, 5 years റിക്കവർ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ. അപ്പൊ അത് ആക്ച്വലി ആൾക്കാർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ അതിലും കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ടോ? ലൈക്ക് ആക്ച്വലി സേവിങ്സ് എന്താണ്? ഇപ്പൊ ഈ സെല്ലാം പറഞ്ഞ ഒരു തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങളെ കമ്മ്യൂണിറ്റി യു ക്യാൻ സേ ആസ് എ ഹോൾ ഒരു തിങ്ക് ടാങ്ക് ആണ്. അപ്പം ഇത് സംസാരിച്ച് പുതിയതായിട്ട് വരുന്നവരും ദേ ഗെറ്റ് എഡ്യൂക്കേറ്റഡ്, അവർ അടുത്തവരെ എഡ്യൂക്കേറ്റ് ചെയ്യും. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും അത് പറയേണ്ട ആവശ്യമില്ല. വരുന്ന ആൾക്കാർ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇൻ കേസ് അവരെവിടെയെങ്കിലും സ്റ്റോപ്പ് ആകണമെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വരേണ്ട ആവശ്യം വരുന്നുള്ളൂ. സോ അവർക്ക് ഇപ്പൊ ഇതൊരു ഇഷ്യൂ അല്ല, ഞങ്ങള് എഡ്യൂക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ആക്ച്വലി ഇപ്പം പിന്നെ ചെറിയൊരു ചില ആൾക്കാർക്ക് മാത്രം ഓക്കെ സോളാർ ഗ്രിഡിന് ആൾക്കാർ അതിനൊരു ഒരു സ്റ്റോറേജ് ഡിവൈസ് തിങ്ക് ചെയ്യുന്ന ചില ആൾക്കാർ, എല്ലാവരും അല്ല, അത് റോങ് തോട്ട് ആണ്. ഓക്കെ, ദ റീസൺ ബീങ് ബാങ്കിങ് എന്നാണ് ഇവര് ഉപയോഗിക്കുന്ന ഒരു വാക്ക്, ബാങ്ക്ഡ് യൂണിറ്റ്. Banked unit, that doesn't mean that grid is a storage device. You should have your own storage device. Daytime മാത്രമേ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. യൂസ് ഇറ്റ് ഓൺ ഡേ ടൈം. അത് കഴിയുമ്പോഴത്തേക്ക് സോളാർ അവേഴ്സ് കഴിയുമ്പോഴത്തേക്ക് യു ഷുഡ് ഗോ ബാക്ക് ടു യുവർ പ്രീവിയസ് കൺസംപ്ഷൻ പാറ്റേൺ. അല്ലാതെ നിങ്ങൾ ഞാൻ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ചെടുക്കാം. നോ, നിങ്ങൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഗ്രിഡ് ഇസ് സഫറിംഗ്. ബിക്കോസ് ആ സമയത്ത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രിഡ് അപ്പോഴേ ചിലവാക്കിയാണ് ഡിസ്ട്രിബ്യൂട്ടിങ്. അപ്പം നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ
the utility has to purchase from somewhere else, correct. which is not green and which will be expensive at the same time. Exactly. More expensive than so. So ഈ കാര്യം നമ്മള് ഡിസ്കോം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ചീപ്പ് എനർജി മേടിച്ചിട്ട് കൂടുതൽ പറയുന്നൊക്കെ അവർ പറയുന്നുണ്ട്. സോ ഓക്കെ, നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യുമെങ്കിലും ഈ ഒരു കാര്യമില്ലയോ അതില് ഉണ്ട്. അപ്പൊ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ വൈസ്ലി, നമ്മൾ വളരെ ജുഡീഷ്യസ്ലി നമ്മൾ കാര്യങ്ങൾ യൂസ് ചെയ്യണം. ഡേ ടൈമിൽ നിങ്ങൾ ഓക്കെ കുക്കിംഗ് ചെയ്യുന്നത് പോലും മൈക്രോവേവ് ദാറ്റ് ഇൻഡക്ഷൻ കുക്കർ വാട്ട് എവർ ഇറ്റ് ഈസ്, just save ചെയ്തോളൂ. Only on solar hours. After solar hours, go back to your normal pattern. Right. Extra നിങ്ങൾക്ക് ഉപയോഗിക്കാം. Of course, നിങ്ങൾ ഇത് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കുന്നത് to use 15-20% extra നിങ്ങൾ ഉപയോഗിച്ചോളൂ. Or you can keep on adding your things. Simultaneously, your plan should also be should go bigger. Not only that, I will say that except the basic 3 kilowatt guys, other people should have some kind of a storage device. Because peak hours എന്ന് പറയുന്നത് is not just you paying extra money, grid is also suffering. Correct. Yeah. So നിങ്ങൾ ഒരു സ്റ്റോറേജ് ഡിവൈസ് വെക്കുകയാണെങ്കിൽ ചെറുതായിക്കോട്ടെ, both of you are in a win-win situation. Yeah. I think KCB also has to do some incentivization. And I think people will also see some value, right? Unless they are a single, ഡിസ്കോം ഇവിടെ ഉള്ളപ്പോ അവര് അതിനുവേണ്ടി അപ്പൊ കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഇൻസെന്റിവൈസ് ചെയ്യത്തുള്ളൂ. നമ്മൾ കേരളത്തിന് പുറത്ത് പലയിടത്തും ഉണ്ട്, അപ്പൊ അവിടെ ഉണ്ട്, ഇവിടെ അതിനുള്ള സാധ്യത കുറവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നേരത്തെ നമുക്ക് ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് വേണം. അതൊരു റോങ് സെൻസിലല്ല പറഞ്ഞത്. ഓക്കെ, കോമൺ സംഭവമാണ്. നമ്മളും ഇതിന്റെ ഒരു ഷെയർ ഹോൾഡർ ആണ്. നമ്മള് KCB എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ ഷെയർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. നമുക്കത് നിലനിൽക്കണം. അതൊരു പബ്ലിക് സംഭവമാണ്, വേണം, നിലനിൽക്കണം. That doesn't mean that they shouldn't have competition. അവരും ഗ്രോ ചെയ്യണം. അവർ ഗ്രോ ചെയ്യണമെങ്കിൽ they should have competition വേണം. Typically with competition efficiency increase ചെയ്യാറുണ്ട്. Okay sir. സാർ എങ്ങനെയാണ് ഈ ഒരു അസോസിയേഷനിലോട്ടൊക്കെ ആക്റ്റീവായി, ലൈക്ക് എന്തായിരുന്നു അതിന്റെ ഒരു മോട്ടിവേഷൻ? ആക്ച്വലി ഞാനിത് ഓൾ ഓഫ് എ സഡൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ടെക് വീഡിയോസ് ആണ് കൂടുതലും കാണുന്നത്. ടെക് വീഡിയോസ് കണ്ട സമയത്താണ് ഞാൻ ഞങ്ങളെ ഫൗണ്ടറിന്റെ വീഡിയോ കണ്ടത്. വീഡിയോ കണ്ട എനിക്ക് അട്രാക്ട് ആയി. അപ്പം ഞാൻ അതിന്റെ ഇത് തുടങ്ങിയ സമയമായിരുന്നു, ഏതോ ഈ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് കുറച്ച് ഏതാനും മാസം കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ മനസ്സിൽ എന്തായിരുന്നു, ഓക്കെ എനിക്ക് മാത്രമല്ല, എനിക്ക് ത്രൂ ഔട്ട് സോളാർ കമ്മ്യൂണിറ്റി നല്ലൊരു കാര്യമാണ്. ഐ ഫീൽ സോ ഗുഡ്. ഓക്കെ, ഇറ്റ്സ് എ ഹോം, ഇറ്റ്സ് എ കമ്മ്യൂണിറ്റി. ആ ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ പലരും ഇതില് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വന്നത്. അപ്പൊ ഇതില് അറിവിൽ തെറ്റുകൾ സംഭവിക്കുന്ന ആൾക്കാർ, അപ്പൊ അവർക്ക് അറിയാവുന്നത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു താല്പര്യം വന്നു. പലർക്കും പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇതിലോട്ട് പിന്നെ സ്റ്റെപ്പ് ചെയ്തത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ വളരെ ആക്റ്റീവ് ആയിരുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇപ്പൊ ഇച്ചിരി ഒന്ന് പുറന്നോട്ടാണെന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും റെഗുലർ ആയിട്ട് ഫോൺ കോൾസ് ഒക്കെ വരാറുണ്ട്. ഇങ്ങനെ ഫ്രീക്വന്റ് മീറ്റിംഗ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ആക്ച്വലി ഇന്ന് വൈകിട്ടൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങളെ കോർ കമ്മിറ്റിയുടെ മീറ്റിംഗ്സ് എവറി വെനസ്ഡേസ് ഉണ്ട്. അതുകൂടാതെ ഞങ്ങളെ ഗ്രൂപ്പിന്റെ പബ്ലിക് മീറ്റിംഗ്സ് ഉണ്ട്. പിന്നെ അതർ ദാൻ അവർ കമ്മ്യൂണിറ്റി പുറത്തുള്ളവർക്ക് വേണ്ടിയുള്ള മീറ്റിംഗ്സ് ഞങ്ങൾ മന്ത്ലി വൺസ് അങ്ങനെയൊക്കെ ഉണ്ട്. വലിയ രീതിയിലാണ് പോകുന്നത്. പിന്നെ ആക്ടിവിറ്റീസ് ത്രൂ ഔട്ട് ഞങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ഹിയറിംഗ്സിലും. നോർമലി ജനറൽ പബ്ലിക്കിന് അറിയത്തില്ലെങ്കിലും കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് അറിയാം. ഓക്കെ, എപ്പം റെഗുലേറ്ററി കമ്മീഷന്റെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ അപ്പം ജനറൽ പബ്ലിക് പോയില്ലെങ്കിലും ഞങ്ങളെ കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ്സ് കാണും. അപ്പൊ ഈ ഗ്രോസ് മീറ്റിംഗ് അതൊക്കെ അപ്പം ആസ് ഓഫ് നൗ ഇറ്റ്സ് നോട്ട് കമ്മിങ് അപ്പ്, റൈറ്റ്? ഐ ഡോണ്ട് തിങ്ക് മറ്റേ ഗ്രോസ് മീറ്റിംഗ്, നെറ്റ് മീറ്റിംഗ് ഇപ്പം കേരളത്തിൽ അതിനുള്ള സാധ്യത ഇപ്പൊ കാണുന്നില്ല.
പിന്നെ പുതിയൊരു കോൺസെപ്റ്റ് സർ വരുന്നത് ഇപ്പം ഡൽഹി, UP, കർണാടകയിലൊക്കെ അത് ഓൾറെഡി അവർ ഇംപ്ലിമെന്റ് ചെയ്താണ് പിയർ ടു പിയർ ട്രേഡിംഗ്. അപ്പൊ അതിനെപ്പറ്റി Right, right. എന്തെങ്കിലും സർ വായിച്ചിരുന്നോ? ലൈക്ക് ഇനി അവിടുത്തെ ഒന്നും വായിച്ചില്ല, ബട്ട് വി ഡെഫിനറ്റ്ലി ടോക്ക് അബൌട്ട് പിയർ ടു പിയർ. അത് ആ കോൺസെപ്റ്റ് ഇവിടെ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ ആൾക്കാര് ഒരു ജനറൽ ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ വർഷമായിരുന്നു ഐ ഡോണ്ട് നോ ഹൗ മെനി മന്ത്സ് ബാക്ക്. ആ സമയത്ത് ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് ആക്ച്വലി അവിടെ റെഗുലേറ്ററി കമ്മീഷന് മുമ്പ് പറഞ്ഞതുമാണ് ദാറ്റ് ഷുഡ് ഹാപ്പൻ. ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്. അത് വരണം. അതിനിപ്പോ ഞാൻ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ദാറ്റ് ഷുഡ് ഡെഫിനറ്റ്ലി ഹാപ്പൻ. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അൺലെസ് യു ഡോണ്ട് ഹാവ് എ കോമ്പറ്റീഷൻ, they won't allow because അത് അവരുടെ പോക്കറ്റിൽ നിന്ന് ഷെഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ അതെ അതെ. ഇപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് ലൈക്ക് ലോ കോസ്റ്റിൽ കിട്ടുന്ന എക്സസ് ഇറ്റ്സ് ജസ്റ്റ് നൗ വിൽ ഗോ ടു സംബഡി എൽസ്. സോ ദേ ഡോണ്ട് വാണ്ട് ദാറ്റ്. സോ നമ്മൾ ആക്ച്വലി അപ്പൊ അതിനു വേണ്ടി കുറച്ച് ഡൽഹിയിലത്തെ ഡിസ്കോംസ് ഒക്കെ ആയിട്ട് വി ആർ ഹാവിംഗ് സം ഡിസ്കഷൻ സീയിങ് ലൈക്ക് ഇഫ് വി ക്യാൻ ഹെൽപ്പ് ഇൻ ദാറ്റ് ആസ് വെൽ. അപ്പം ഇവിടെ കേരളത്തിൽ എന്ന് വരും എന്നുള്ളത് വി ആർ ലൈക്ക് ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഓക്കെ സർ. ഇത് ടിക്ക് ചെയ്തതിലെല്ലാം എന്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. എനിക്ക് ഇതുമായിട്ട് നമുക്ക് ബന്ധമൊന്നുമില്ല, എന്നാൽ പോലും സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്നത് ഇത് ആക്ച്വലി നമ്മൾ എന്തോ പറയുന്നത് 25 years ഓഫ് ലൈഫ്. whatever it is, ഞാൻ അതിനെപ്പറ്റി ഒരു ആർഗ്യുമെന്റിനോ അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യാനൊന്നും ഇല്ല. ബട്ട് if the panel works for 25 years, eventually the structure should also stay for 25 years. Is it going to stay? No, it's not going to stay. None of the end structure നിൽക്കത്തില്ല 25 years. എനിക്കറിയാം. So അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ല. അത് മാത്രമല്ല, ഈ ബൈഫേഷ്യൽ പാനൽസിന് ഇറ്റ് ഹാസ് സം ക്രൈറ്റീരിയ. ഇത്ര ഹൈറ്റിൽ വെക്കണം. ഓക്കെ, വിൻഡ് ബ്ലോയിങ് ഏരിയ ആണെങ്കിൽ ഓക്കെ, അതിന് വിൻഡ് ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. സോ അതിന് സ്ട്രക്ചർ എത്ര സ്ട്രോങ് ആയിരിക്കണം. അപ്പം ഇറ്റ്സ് ഗോയിങ് ടു കോസ്റ്റ്. അപ്പം കസ്റ്റമർ അത് കോസ്റ്റ്. യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ കസ്റ്റമർ, യു ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ കസ്റ്റമർ. ഇത് എടുക്കണം. ആൻഡ് ഇൻ എ ബൾക്ക്, ഇഫ് യു പർച്ചേസ് ഇൻ എ ബൾക്ക്, യു ക്യാൻ ഡു ഇറ്റ്. ഇത് കൊറോഡ് ആകാൻ പാടില്ല. It should not have kind of weldings or whatever. Ready-made structures നോർത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു 1-2 കമ്പനീസ് ഇത് ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി നമ്മൾ HDGI മറ്റേ ഹോട്ട് ഡിപ്പ് ഗാൽവനൈസ്ഡ് അയൺ ആണെങ്കിൽ അത് 20-25 years സ്റ്റേ ചെയ്യും. Should be nut and bolt. And there should not be any welding. കാരണം വെൽഡിങ്ങിലാണ് ആദ്യം റസ്റ്റിംഗ് തുടങ്ങുക. Right. ബട്ട് ഐ ഫീൽ ലൈക്ക് ഇവിടെ ആക്ച്വലി കേരളത്തിലെ മോസ്റ്റ് ഇൻസ്റ്റാളേഴ്സ് ജസ്റ്റ് GI ആണ് യൂസ് ചെയ്യുന്നത്. വെൽഡിംഗ് ഫാബ്രിക്കേഷൻ ഓൺ ടോപ്പ് ഓഫ് ദ റൂഫ് ഒക്കെയാണ്. GI മെറ്റീരിയൽ ആണെങ്കിലും വെൽഡിംഗ് ഇസ് നോട്ട് GI. correct. Exactly. അവിടെയാണ് കൊറോഡ് ആകുന്നത്. അതെ. ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് സിസ്റ്റംസ്. ഒരു 2-3 years ആയിട്ടുള്ളൂ, പക്ഷെ ആ വെൽഡ് ചെയ്ത ഭാഗത്ത് ഇറ്റ്സ് കൊറോഡ്. So it should be nut and bolt. Not only that, ഇത് ഒരു കാരണവശാലും നമ്മള് ഓക്കെ വിൻഡി ഏരിയയിൽ അല്ലെങ്കിലും അതിനുവേണ്ടി സ്പെഷ്യൽ ആയിരിക്കില്ലേ. എവിടെയാലും അൺഎക്സ്പെക്ടഡ് ആയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഒരു ഭയങ്കര ഒരു സൈക്ലോണോ അതേപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പറന്നു പോകാൻ പാടില്ല. പറന്നു പോയാലും ഇത് ചെന്ന് വീഴുന്ന ആരെങ്കിലും തലയിലാണെങ്കിലും 20 years ഒരിക്കലും ഉണ്ടായാലും ഇറ്റ്സ് എ റിസ്ക്, റൈറ്റ്? ആ രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് വേണം. അതൊന്നും ഇവിടെ കെയർ ചെയ്യുന്നില്ല ആരും. അതൊരു ഇഷ്യൂ ആണ്. അതിപ്പോ ബേസിക് ഞാൻ പറയുന്നത് ബേസിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അടുത്ത് ഇത് ഓക്കെ ഫ്രം ബേസിക് ടു മിഡ് റേഞ്ചിലോട്ട് അവർക്ക് ഷിഫ്റ്റ് ചെയ്യാം. ബട്ട് മിഡ് റേഞ്ച് ആൻഡ് പ്രീമിയം കസ്റ്റമേഴ്സ്ക്ക് നിങ്ങൾ ഓൾവേസ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പറയണം. അത് വേണം പ്രൊമോട്ട് ചെയ്യാൻ. Definitely, actually, structure is a very important point. I think customers they are also not aware, and installers don't put any effort in educating also. Whatever they have, അവരുടെ എന്താണോ സ്ട്രക്ചർ അവർക്ക് സെൽ ചെയ്യേണ്ടത്, they just sell that. That's what's happening. അപ്പൊ ഇങ്ങനത്തെ ക്വാളിറ്റി റിലേറ്റഡ് തിങ്സ് നമ്മുടെ അസോസിയേഷനിൽ അത് ഡിസ്കസ് ചെയ്യാറുണ്ടോ? പക്ഷെ ഐ ഗസ് ലൈക്ക് മോസ്റ്റ്ലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരുന്നോണ്ട് ദെൻ അത് ഹെൽപ്ഫുൾ ആവില്ല. അവിടെ ഇഷ്യൂസ് ആയിട്ട് വരുന്ന സമയത്ത് ഞങ്ങള് അല്ലെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാരാണ് എങ്കിലും ഇൻസ്റ്റാൾ ചെയ്തതിന് മുമ്പ് പോലും ഞങ്ങൾ കമ്മ്യൂണിറ്റി ഇത് വന്ന് ചേരാം. അങ്ങനെ വന്ന് ചോദിക്കുന്നവരടുത്ത് ഞങ്ങൾ പറയാറുണ്ട്, ഒരിക്കലും കോസ്റ്റ് വൈസ് നിങ്ങൾ പോകരുത്. നിങ്ങൾ നല്ല പ്രൊഡക്റ്റ് മാത്രമേ മേടിക്കാവുള്ളൂ. പിന്നെ ഓക്കെ, കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ ബ്രാൻഡ് പ്രൊമോട്ട് ഒന്നും ചെയ്യാറില്ല. പേഴ്സണലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഓക്കെ ഇതൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ ഇത് തന്നെ വേണമെന്ന് ഞങ്ങൾ പറയത്തില്ല,
ഇതൊക്കെ മിഡ് റേഞ്ച് സാധനങ്ങളാണ്, ഇതൊക്കെ പ്രീമിയം പ്രൊഡക്ട്സ് ആണ്, ദിസ് ഗോൺ കോസ്റ്റ് യു. എക്സാക്ട്ലി ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, ഡിപ്പെൻസ് ഓൺ ഇൻസ്റ്റാളേഴ്സ്. സോ ഇതൊക്കെയാണ് ഇതിന്റെ പ്രയോജനം, ഇതൊക്കെയാണ്. അപ്പൊ പോയിക്കോളൂ, എങ്ങനെയാണ് sir, just one thought. So something we are thinking about, അത് ആസ് ഓഫ് നൗ കേരളത്തിൽ ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ എല്ലാ കാര്യങ്ങളും. ബട്ട് ആസ് യു വർക്കിംഗ് ഇൻ ഡൽഹി, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെയും വർക്ക്ഔട്ട് ചെയ്യാനല്ലേ ഉള്ളൂ. ഓക്കെ, ഒരു ബിസിനസ് രീതിയിലും വേണമെങ്കിൽ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വേണമെങ്കിലും അങ്ങനെ ചിന്തിക്കാമല്ലോ. ഓക്കെ, വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റ്, എൻ്റെ അടുത്ത് കാശുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, നമ്മളെ കേരളത്തിൽ തന്നെ പല ആൾക്കാരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്ത് വി ഹാവ് സം മണി, ഞങ്ങൾ റിട്ടയർ ആയിട്ടുള്ള, ഞങ്ങളുടെ അടുത്ത് കാശുണ്ട്, ബട്ട് വി ഡോണ്ട് വാണ്ട് ടു ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ ദ ബാങ്ക് ആൻഡ് ഗെറ്റ് ഇൻട്രസ്റ്റ് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. ബട്ട് ഇപ്പം ബിസിനസ് ചെയ്യാനുള്ള പ്രായവും കഴിഞ്ഞു പോയി, ബിസിനസ് ചെയ്യാനും താല്പര്യമില്ല. ക്യാൻ വി ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ സോളാർ? സോ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. സോ അവർക്ക് സോളാർ മാത്രമല്ല, ഒരു സ്റ്റോറേജ് ഡിവൈസും കൂടെ ഉണ്ടെങ്കിൽ they can inject it to the grid and make money. So അതൊരു നല്ല സോഴ്സ് ഓഫ് മണിയാണ്. absolutely, yeah. അതിനൊക്കെ ഐ തിങ്ക് the right policy framework ഉണ്ടെങ്കിൽ അത് ഒത്തിരി beneficial ആവും. But I think it should start from the north to south. It won't go the other way around. It should have been. ഇവിടുന്നായിരുന്നു പോകേണ്ടത്. ബട്ട് സോ ഞാൻ ഫസ്റ്റ് വർക്ക് ചെയ്ത തിങ്ക് ടാങ്കിലൊക്കെ വി ഹവ് ഡൺ എ ലോട്ട് ഓഫ് വർക്ക് അറൌണ്ട്. അപ്പൊ അത് പക്ഷേ ഒരു തിയറിറ്റിക്കൽ അപ്രോച്ച് ആണ്. നമ്മള് വി റൈറ്റ് റിപ്പോർട്ട്സ്, മെത്തഡോളജീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും, അങ്ങനത്തെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് വർക്ക് വി ഹവ് ഡൺ. സോ ന്യൂയോർക്കിലൊക്കെ അവര് പുതിയൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പം ലൊക്കേഷൻ അനുസരിച്ച് നമ്മൾ എവിടെയാണ് ഇൻജെക്ട് ചെയ്യുന്നത്, എപ്പോഴാണ് ഇൻജെക്ട് ചെയ്യുന്നത്, അപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ടൈം ഓഫ് ഡേ, ലൊക്കേഷനും കൂടെ അനുസരിച്ച്. കാരണം ചില ട്രാൻസ്ഫോമേഴ്സ് കൂടുതൽ ലോഡഡ് ആവും, ചില ട്രാൻസ്ഫോമേഴ്സിന്റെ പീക്ക് ഡിഫറെന്റ് ആവും. അപ്പൊ അതൊക്കെ അനുസരിച്ചും കൂടെ അവർ താരിഫ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ചിലപ്പോൾ സോളാർ കസ്റ്റമേഴ്സിന് കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു മെത്തഡോളജി ഉണ്ട്. അപ്പൊ നമ്മളത് ഇന്ത്യയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു കുറച്ചൊരു മെത്തഡോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തിരുന്നു. ബട്ട് ഇറ്റ് വിൽ ടേക്ക് ഇയേഴ്സ്, ടു ഏർലി. But I'll share some links. Maybe you might be interested. എനിക്കറിയില്ല, ബട്ട് UK അത് ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. ആൻഡ് ദ മോസ്റ്റ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഐ തിങ്ക് ഒക്ടോപസ് എന്ന് പറഞ്ഞ അങ്ങോട്ട് ഒരു സ്കീം, സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ എന്താണ്ടുണ്ട് സ്കീംസ്. ഓക്കെ, അങ്ങനെ UK-ലുള്ള കാര്യം എനിക്കറിയാം. US-നെ പറ്റി എനിക്ക് വലുതായിട്ട് അറിയില്ല. സോ പക്ഷെ അതിനൊക്കെ ബേസിക് തിങ് സ്മാർട്ട് മീറ്ററും പിന്നെ ഇന്റലിജന്റ് ഗ്രിഡ്, അതായത് ട്രാൻസ്ഫോമർ ലെവൽ ഡേറ്റ യു നീഡ്. That's the challenge. Okay, sir, thank you so much. I think this is very, very helpful. And yeah, just one more, I'll just show you. ഇത് ജസ്റ്റ് നമ്മുടെ കറന്റ് പ്ലാറ്റ്ഫോം ആണ്. ഇതിലിപ്പോ നമ്മൾ കേരളത്തിലെ ഒരു 25 കമ്പനീസിനെ നമ്മൾ ഓൺബോർഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം സോളാർ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇതിൽ ബ്രൗസ് ചെയ്യാം എന്നൊക്കെ ഉള്ളതാണ്. ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ഫിൽറ്റേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഏത് ഓൺ ഗ്രിഡ് വേണോ, ഓഫ് ഗ്രിഡ് വേണോ, പിന്നെ കപ്പാസിറ്റി ഏതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇനിയിപ്പോ ബില്ല് അടിച്ചു കൊടുത്താൽ അതിന്റെ ഒരു കാൽക്കുലേഷൻ. Sorry, can you see my screen now? Yeah, I can see your screen, but it's not moving. Just bring this, what do you say, that electricity bill, താഴോട്ട് കൊണ്ടുവന്ന മേളില് there was 2 kilowatts. Hold on. So, see, 2, 3, 4. Okay, you have options there. Fine. Okay, I just saw only ഞാൻ ലെഫ്റ്റ് സൈഡിൽ മാത്രമേ കൺട്രോൾ ആയിരുന്നു, അതുകൊണ്ട്. ഓക്കെ. പിന്നെ ഇതൊക്കെ അനുസരിച്ച് ഓരോരുത്തരുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് സെലക്ട് ചെയ്താൽ അതനുസരിച്ച് നമ്മൾ കപ്പാസിറ്റി ഇവിടെ കാണിക്കുന്ന സൊല്യൂഷൻസ് മാറും. നമ്മൾ കപ്പാസിറ്റിന്റെ കാൽക്കുലേഷൻ ആണ് മോസ്റ്റ്ലി. പിന്നെ സോളാർ പാനൽ ഓപ്ഷൻസ്, ഇൻവെർട്ടർ ഓപ്ഷൻസ്, അങ്ങനെയൊക്കെ ഉണ്ട്. ആൻഡ് സോ ഇഫ് യു സെലക്ട് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു 5 kilowatt ഓൺ ഗ്രിഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കപ്പം 5 kilowatt ഓൺ ഗ്രിഡ് ലൈക്ക് ജസ്റ്റ് ഒരു ടിപ്പിക്കൽ നമ്മുടെ മാർക്കറ്റ് പ്ലേസ് ഒക്കെ പോലെ തന്നെയാണ്. ദെൻ നമ്മൾ പിന്നെ ഇവിടെ ഇൻസ്റ്റാളേഴ്സിന് ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ബേസ്ഡ് ഓൺ ഒന്ന് അവരുടെ കമ്പനി റേറ്റിംഗ്, പിന്നെ അവരുടെ ഇൻസ്റ്റലേഷൻ ക്വാളിറ്റി റേറ്റിംഗ്, ആൻഡ് തേർഡ് അവരുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക്. കസ്റ്റമേഴ്സിന് നമ്മൾ ഡയറക്ട്ലി കളക്ട് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള റേറ്റിംഗ്. അങ്ങനെയാണ് ഈ ഒരു റേറ്റിംഗ് സിസ്റ്റം. ആൻഡ് ലൈക്ക് നമുക്ക് 2-3 ഓപ്ഷൻസ് ഒക്കെ വേണമെങ്കിൽ വി ക്യാൻ ലൈക്ക് ഇങ്ങനെ കമ്പയർ ചെയ്യാം ഒരു സൈഡ് ബൈ സൈഡ് ആയിട്ട്. Right.
ഇന്റർനെറ്റ് സ്ലോ ആയതിന്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് ഫുൾ ഒരു ആക്ച്വലി ഒരു പ്രോപ്പർ ടേബിൾ ആണ്. ഐ തിങ്ക് ദാറ്റ്സ് നോട്ട് കമ്മിങ് സം ഇഷ്യൂ വിത്ത് ദ ഇന്റർനെറ്റ്. സോ ഇത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ആൻഡ് നമ്മള് ലൈക്ക് വി ഹാവ് ഓൾ ദീസ് കുറച്ച് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്. ഓൾ ഇറ്റ് സർ, എനിത്തിങ് എൽസ്, എനി അതർ തോട്ട്സ്? No, it's fine. Everything so far is okay. Okay, all right, sir. Sachin, എന്തെങ്കിലും question? No, സുനിൽ സാർ ഒരു മിനിറ്റ് എടുത്തിട്ട് സുനിൽ സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാൻ പറ്റും, സോ ദാറ്റ് വി നോ. ആക്ച്വലി ഞാൻ പെട്രോളിയം ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്. വിദേശത്തായിരുന്നു, ഗൾഫിൽ അബൌട്ട് 15 years ഗൾഫിലായിരുന്നു, ഓയിൽ ഫീൽഡിലായിരുന്നു. കമ്മീഷനിങ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തത്. അതുകൂടാതെ ചെറിയൊരു എക്സ്പീരിയൻസ് പവർ ഫീൽഡിൽ ഇതിനെ പറ്റി. മനസ്സിലായി. Okay, yeah, that's all, Shelva. Okay, thank you so much, sir. Thank you. Really appreciate it. I'll share the recording link with you after this. Okay. All right, thank you, sir. Okay, thank you. Great speaking with you. Thank you. Yeah. Same here.